ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വിധികർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അപാരമായ കരുണാകടാക്ഷം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുചര കുടുംബവൃത്തങ്ങളിലും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ SSFന്റെ സംസ്ഥാന സാഹിത്യോത്സവിൽ അറിവ് മുന്നേറ്റങ്ങളുടെ നാഴികക്കല്ല് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനം നടക്കുന്ന ഈ യുഗത്തിൽ അറിവിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഖുർആനിൻ്റെ ആദ്യ അധ്യാപനമായ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നീ വായിക്കുക, രക്തപിണ്ഡത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. വായിച്ച് വിജയത്തിന്റെ ഉത്തംഗതങ്ങൾ എത്തിപ്പിടിക്കുക. വിശുദ്ധ മതം അറിവിന് നൽകുന്ന പ്രാതിനിധ്യം ഈ വചനങ്ങളിൽ നിന്നും വ്യക്തമാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമന്മാരല്ല. മനുഷ്യരിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അറിവ് മാത്രമാണ്. തിരിച്ചറിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക കാലത്ത് മുന്നേറ്റം സാധ്യമാക്കണമെങ്കിൽ നാം തീർച്ചയായും ജ്ഞാനത്തിലേക്ക് മടങ്ങണം. ആധുനിക വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്ന അറിവ് മനുഷ്യന്റെ മുന്നേറ്റങ്ങൾക്ക് നേരെയുള്ള സകല വാദനങ്ങളും കൊട്ടിയടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ അനുരണനങ്ങൾ നമ്മുടെ കുടുംബ ഗ്രാമ അന്തരീക്ഷങ്ങളിൽ ഇന്ന് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. അഴിമതിയുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും കപട ആത്മീയതയുടെയും തലപ്പത്തിരിക്കുന്നവർ നമ്മുടെ പ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തവരാണെന്ന് അറിയുമ്പോഴാണ് ആധുനിക വിദ്യാഭ്യാസം മനുഷ്യനെ മൃഗീയവൽക്കരിക്കുന്നതിന്റെ നേർക്കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു തിരുത്ത് അത്യാവശ്യമാണ്. ഇംഗ്ലീഷ് പ്രബന്ധങ്ങളുടെ പിതാവ് ഫ്രാൻസിസ് ബേക്കന്റെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. റീഡിംഗ് മേക്കിംഗ് എ ഫുൾ മാൻ പെർഫെക്റ്റ്. പൂർണ്ണമായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് വായനയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. മനുഷ്യ സമൂഹത്തിന്റെ സകല മേഖലയിലുള്ള മുന്നേറ്റങ്ങൾക്കും അറിവ് അത്യാവശ്യമാണ്. ഈ സമൂഹത്തെക്കുറിച്ചും ഈ രാജ്യത്തെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് വെറും ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഈ ഒരു തലത്തിലാണ് ആത്മീയമായിട്ടുള്ള ഒരു അറിവ് പ്രശസ്തമാക്കുന്നത്. സ്വന്തം രാജ്യത്തോടും സ്വന്തം സമൂഹത്തോടുമുള്ള ബാധ്യത ഒരു മനുഷ്യൻ അറിയുമ്പോഴാണ് മുന്നേറ്റം സാധ്യമാക്കുന്നത്. അറിവ് തിരിച്ചറിയാനും തിരുത്താനുമുള്ളതാണ്. അത് കമ്പോളത്തിൽ വിൽക്കാനുള്ള വിൽപ്പന ചെറുക്കായി മാറുമ്പോൾ മുന്നേറ്റം അസാധ്യമാകുമെന്നും നാം അറിയേണ്ടതുണ്ട്. കാരുണ്യക്കടൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉത്ലബുൽ ഇൽമ വലൗ ബിസ്വീൻ. നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവിന്റെ മാധുര്യം നുകരണം. കാട്ടാള സമന്മാരായിരുന്ന ഒരു സമൂഹത്തെ സംസ്കാര ചിത്തനാക്കാൻ ഉതകുന്നതായിരുന്നു ആ വചനങ്ങൾ. ഇന്ന് യൂറോപ്പ് നേടിയ മുഴുവൻ പുരോഗതിയുടെയും ആഴങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ആശയ കേന്ദ്രം ഇസ്ലാമിക് സ്പെയിൻ ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവസാനമായി നിങ്ങൾ അറിവുള്ളവരും അറിവിനെ ആയുധമാക്കുന്നവരുമാകണമെന്നും അതിലൂടെ മാത്രമേ മുന്നേറ്റം സാധ്യമാവുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.